ഹായ് കൂട്ടുകാരെ, സുഖമല്ലേ? വെൽക്കം ടു മൈ ചാനൽ സാൻസ് വ്ളോഗ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഞാനിന്നെത്തിയിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത പെങ്ങളുടെ വീട്ടിലാണ് കേട്ടോ. വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ആരുമില്ല, എല്ലാവരും വീട്ടുപറമ്പത്താണെന്ന് കണ്ടു. എൻ്റെ മൂത്ത മോളും ചെറിയ പൗത്രിയും മേലെ തന്നെ കയറിയിരിക്കുന്നുണ്ട്. എന്തോ ഒരു വശപ്പശകുണ്ടല്ലോ, കുളത്തിലെന്തോ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ഓടി. ഞാനും പിറകെ തന്നെ ഓടി. ഓടാൻ പറ്റില്ല, അവിടെ ഇവിടെയായിട്ട് എന്തൊക്കെയോ നട്ടിട്ടുണ്ട്, സൂക്ഷിച്ച് വേണം പോകാൻ. ചാമ്പങ്ങയും ബത്താസും പേരക്കയും കപ്പയും കപ്പക്കയും പുളിയും ഒക്കെ ഉണ്ട് ഇവിടെ. ഞാൻ വിചാരിച്ചു എന്തോ അരാപ്പയ്മയോ മറ്റോ വളർത്തുന്നുണ്ടോ എന്ന്. ചെന്ന് നോക്കിയപ്പോഴല്ലേ അവസ്ഥ കണ്ടത്. മുമ്പ് ഇവിടെ മീനിനെ വളർത്തിയിരുന്നു. ഇപ്പോൾ മീനുകളൊന്നുമില്ല, പക്ഷേ ആ പായൽ മാത്രം അവശേഷിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ മകൾ ഓടിയത് വെറുതെ ആയിപ്പോയി. എന്തായാലും വന്നതല്ലേ, കുറച്ച് പായൽ പിടിച്ചേക്കാം. കുളത്തിലേക്ക് ബക്കറ്റ് കെട്ടി താഴ്ത്തി വടി കൊണ്ട് മെല്ലെ മുക്കി അതിനെ മെല്ലെ ഇങ്ങെടുക്കുക, പായലിന് ഇങ്ങെടുക്കുക എന്നുള്ളതാണ് വിദ്യ. പക്ഷേ ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇത് എത്രയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. 2-3 വട്ടമൊക്കെ കോരുമ്പോഴത്തേക്ക് പിള്ളേർ ഒരു വകയായി. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ആഫ്രിക്കൻ പായൽ എന്ന് പറയും. സാൽവീനിയ മോളസ്റ്റ എന്നാണ് ഇതിൻ്റെ പേരെന്നു. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ആമ്പൽക്കുളം എന്നാണ്. അപ്പോഴേക്കും നമ്മുടെ അടുത്ത ആയുധമായി എത്തിയിട്ടുണ്ട്. ഏണിയാണ് നമ്മുടെ ആയുധം. ആര് ഇറക്കുമെന്നുള്ള തർക്കത്തിനിടയിൽ അവൾ ഇറങ്ങി. അതാ ഇറങ്ങി ഗൈസ്. ഇറങ്ങട്ടെ. ഇതിന് നമ്മളെന്തിന് ഇങ്ങനെ കുറ്റം പറയുന്നേ? ഇതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടെന്നേ. ഈ പായൽ മീനുകൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്, നേരിട്ടുള്ള സൂര്യപ്രകാശം തടയുന്നുമുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിലെ അമിതമായ നൈട്രജനും ഫോസ്ഫറും വലിച്ചെടുത്ത് വെള്ളത്തെ നല്ല രീതിയിൽ ശുദ്ധീകരിക്കാനുള്ള കഴിവും ഈ പായലിനുണ്ട്. പക്ഷേ നമ്മൾ ഇവയെ ശ്രദ്ധിക്കാതിരുന്നാൽ, വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതിരുന്നാൽ ഇത് പെട്ടെന്ന് തന്നെ പടരുകയും മൊത്തത്തിൽ വൃത്തികേടാക്കുകയും ചെയ്യും. കൊള്ളിയെടുത്ത് കുത്തിയിട്ടൊന്നും കാര്യമില്ല, ഇറങ്ങി തന്നെ വൃത്തിയാക്കണം. കുളത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഇപ്പോൾ ഏണി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം പറ്റിപ്പിടിച്ച് വളർന്നിട്ടുണ്ട് ഇവ. വീട്ടിൽ പോലും ഒരു പണിയെടുത്തിട്ടില്ല, പുല്ല് പറിച്ചിട്ടില്ല. എന്നിട്ടാണ് കുളത്തിലിറങ്ങി പായൽ പറിക്കുന്നത്. ഇതിപ്പോൾ വൃത്തിയാക്കുന്നതിനുള്ള കാരണം ഇതിലൊരു മോട്ടറുണ്ട്. ഈ കുളത്തിൽ നിന്നാണ് തോട്ടത്തിലെ പച്ചക്കറികൾക്കും മറ്റു കാര്യങ്ങൾക്കും പുറമേയുള്ള ആവശ്യങ്ങൾക്കും വെള്ളം എടുക്കുന്നത്. ഇതിനിടയിൽ പിള്ളേർ സ്റ്റാർ ഫ്രൂട്ട്സ് പറിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു നല്ല പുളിയാണെന്നാണ്, പക്ഷെ പുളിയില്ല, ഇളം മധുരവും ചെറിയ പുളിയുമാണുള്ളത്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. ഇത് കൂടാതെ തന്നെ പല ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു ഫ്രൂട്ട്സ് ഉണ്ട്, ഒരു ഫ്രൂട്ട്സ് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ വാങ്ങിക്കരുത് കേട്ടോ, അത് അറിയാമെങ്കിൽ വാങ്ങിക്കരുത്. എൻ്റെ കയ്യിൽ കാണുന്നതാണ് ബറാബറി എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റും ചെറിയ പുളിപ്പും മധുരമൊക്കെ ഉള്ളതാണ് കേട്ടോ, കുഴപ്പമില്ല. പിന്നെ അടുത്ത വീട്ടിലെ മൾബറി ഉണ്ട് കേട്ടോ. മൾബറി ചോദിക്കാണ്ട് പറിക്കാം, കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ വരുമ്പോൾ പറിക്കുന്നതാണ്. പിന്നെ അത് വിചാരിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ചോദിക്കാതെ പറിച്ചിട്ട് അടി വാങ്ങിക്കരുത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും നമ്മുടെ കൈക്കും ഡ്രസ്സിനായാൽ നല്ല പണിയും കിട്ടും. ഓരോന്നൊക്കെ പഴുത്തിട്ടുണ്ട്, ചിലത് പഴുക്കാൻ കിടക്കുന്നതുണ്ട്. അങ്ങനെ എൻ്റെ മൂക്ക് കൊടുത്ത് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അവൾ ഓരോന്നായി പോർക്കി കഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് മേലെ വീട്ടിലേക്കാണ് കേട്ടോ. മേലെ വീട്, താഴെ വീട്. ഇതും ഒരു പെങ്ങളുടെ വീട് തന്നെയാണ് കേട്ടോ. ഈ വീട്ടിന് ചുറ്റും കുറേ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെയാണ് കേട്ടോ. ഇതിലൊരു ഫ്രൂട്ട്സ് ഉണ്ട്, അത് നിങ്ങൾ ആ തൈ വാങ്ങിക്കരുത് കേട്ടോ, പെട്ടുപോകും. ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. എൻ്റെ മോൾ എന്നെ വിളിച്ചുകൊണ്ട് ഈ വഴിയേ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞങ്ങ പറഞ്ഞ നടൻ. കണ്ടിട്ട് എന്ത് തോന്നുന്നു, ചെറുനാരങ്ങയാണോ? ഞാൻ ആദ്യം അതാ വിചാരിച്ചത് ചെറുനാരങ്ങയാണെന്ന്. അതല്ല ഗൈസ്. അങ്ങനെ നമ്മൾ പച്ചക്കറി തോട്ടത്തിലെത്തി. ഇവിടെ ഞാൻ കാണിച്ചു തരുന്നതാ നമ്മുടെ താരം വത്തക്കയാണ്, തണ്ണിമത്തൻ. തണ്ണിമത്തനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല, അത് ഓരോന്നും പൊതിഞ്ഞ നിലയിലാണുള്ളത്. വെയിലടിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും കാണാൻ നമുക്ക് കഴിയും. ഇതിൻ്റെ കൂടെ ചീരയും പയറും കോവയ്ക്കും ഒക്കെ ഉണ്ട് കേട്ടോ.
അതൊക്കെ കുറേ മുളച്ച് വന്നിട്ടേ ഉള്ളൂ. ഇത് എൻ്റെ മോൾ ഓരോന്നായി കാണിച്ചു തരുന്നുണ്ട് കണ്ട. അങ്ങനെ നമ്മൾ കുറേ വത്തക്ക കണ്ടു അല്ലേ. ഇവിടെ വത്തക്ക കൃഷി വീട്ടുവളപ്പിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വള്ളിയൊന്നും കാണാനില്ല, കുറേ വള്ളിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പക്ഷെ വത്തക്ക മാത്രം ഞാൻ കാണുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ. ഇതാ കോട്ടിയുടെ അത്ര വലിപ്പമില്ല, അതിൻ്റെ നാരങ്ങയുടെ വലിപ്പം നോക്കിക്കേ. ആ പൊളിക്കാൻ തന്നെ എന്തൊരു വിഷമാണെന്നോ. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ 8ൻ്റെ പുളിയാണ്. പുളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി പുളി. ഇതെങ്ങനെയാകുമ്പോൾ കുട്ടികൾ കഴിക്കുന്നത്? ഇത് ഇത്രയേ വലിപ്പം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഒരിക്കൽ കടിച്ചതേ ഓർമ്മയുള്ളൂ. പുളിച്ചിട്ട് തുപ്പി. 2 ദിവസം എൻ്റെ ചുണ്ടിന് നല്ല നീറ്റലുണ്ടായിരുന്നു. അതിൻ്റെ പുളി കാരണമാണ് തോന്നുന്നു. ഭക്ഷണം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വീടിൻ്റെ ടെറസിനോട് ബന്ധിപ്പിച്ചിട്ട് ഇവർ നല്ല റൂഫിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പച്ചക്കറികൾക്ക് വേണ്ടിയാണ്. കോവക്കയും ഫാഷൻ ഫ്രൂട്ട്സും എല്ലാം വളർത്തുന്നത് ഇതിൻ്റെ മേലെയാണ്. പിന്നെ കുറേ ചെടിച്ചട്ടികൾ നമുക്ക് ഒഴിഞ്ഞിട്ട് കാണാം. ഇതൊക്കെ ഇവർ ഇനി റീഫില്ല് ചെയ്തിട്ട് നടും. കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പറമ്പത്ത് കോഴികളൊക്കെ കാലിൻ്റെ ഇടയിലോട്ടാണ് പാറി നടക്കുന്നത്. എൻ്റെ മോള് കോഴിക്കൂടിനെ കുറിച്ച് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഇതാ കാണു ഗൈസ്, കറുമ്പനുണ്ട്, ചുവപ്പനുണ്ട്, വെളുമ്പനുണ്ട്, എല്ലാവരുമുണ്ട്. ഇതാണ് ആപ്പിൾ ചാമ്പക്ക കേട്ടോ. നല്ല ടേസ്റ്റാണ്, പുളിയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ നല്ല മധുരമുണ്ട്. ഞാൻ 3-4 പറിച്ചു. ദാണ്ടടെ എൻ്റെ കാലിൽ കൊത്തിയിട്ടൊന്ന് ഓടിപ്പോന്ന്. ചിലതൊക്കെ വലിപ്പം വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചെറുതാണ്. ചിലത് പൂത്ത് വരുന്നതേ ഉള്ളൂ. ഉണ്ടാവുമ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ, നല്ല വലിപ്പവുമുണ്ട്. ഇതാണ് ബറാബറി. ബറാബറി എന്നല്ലേ? അതെ, ബറാബറി. എനിക്ക് ബെറി ബെറിന്നേ കിട്ടുള്ളൂ. എൻ്റെ മോൾ ഇടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇതാണ് കടച്ചക്ക. പിന്നെ കുറേ റംബൂട്ടാൻസ് ഉണ്ട് കേട്ടോ. നോക്കുമ്പോൾ ഇവിടെ മൾബറി ഉണ്ട് കേട്ടോ. എൻ്റെ മോള് പറിച്ച് ഒന്നെടുത്ത് കഴിക്കുകയാണ്. അവൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടിയിട്ട് കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. അപ്പോഴേക്കും നമ്മുടെ ഇത്ത മാംഗോ സാഗോ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളെല്ലാവരും കൂടി കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഗെയ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.